ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റുള്ള പപ്പടം മെഴുക്ക് പുരട്ടിയാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റാണ്. ചുമ്മാ വേണം നമുക്ക് കുറച്ചുകൊണ്ട് കഴിക്കുകയും ചെയ്യാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ചുമന്നുള്ളി എടുത്ത് 10-15 ചുമന്നുള്ളി, ഒരു 3-4 ഉണക്കമുളക്, ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പടം ഞാൻ 10 എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. തീരെ ചെറുതാക്കാമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പം ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത ശേഷം ഇതുപോലെ മുറിച്ച ശേഷം സൈഡിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് നടുകെ ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മുഴുവനും നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പപ്പടം തന്നെ പൊള്ളിച്ചെടുക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ഈ ചുമന്നുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള എടുത്തിട്ട് ഇതുപോലെ ചതച്ചെടുത്താൽ മതി. പക്ഷേ കൊച്ചുള്ളി ആട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ മുളക് എരിയുള്ളതാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഞാൻ ഇത് മുഴുവനായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കടായിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ പപ്പടം മുഴുവൻ പൊള്ളിച്ചെടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളേ. അതിട്ട് നമുക്ക് വറുത്തെടുത്ത ശേഷം അടുത്ത ഇട്ട് കൊടുക്കാമേ. പപ്പടം ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചുമന്നുള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത്, അപ്പോൾ എണ്ണ തോനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പകുതി മാറ്റി കൊടുക്കണേ. ഇതാണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുമന്നുള്ളിയും ഉണക്കമുളകും ചതച്ചതും കരിയാപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം ഈ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിലും താഴെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും വേണ്ട കേട്ടോ, പൊടി ഐറ്റംസ് ഒന്നും വേണ്ട. മഞ്ഞൾപ്പൊടി കുറച്ച് മതി, മുളക് പൊടിയും കുറച്ച് മതി. ഞാൻ എടുത്തേക്കുന്ന മുളക് ഉണക്കമുളക് എരിയുള്ളതായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പപ്പടം ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ പപ്പടം മെഴുക്ക് പുരട്ടി. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് നമുക്ക് ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് ഇത്തിരി കരിയാപ്പിലയും ഇട്ട ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടം പോലെ കഴിക്കുവേ. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി പപ്പടം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പപ്പടം തോരൻ വയ്ക്കാറുണ്ട്, നമ്മൾ സാധാരണ പൊള്ളിച്ച് കഴിക്കാറുണ്ട്, പപ്പടം ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റ് ആട്ടോ പപ്പടം മെഴുക്ക് പുരട്ടി. പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ചുമ്മാ കുറിച്ചുകൊണ്ടിരിക്കും. നമുക്കും അതുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.